ഇന്ന് നമ്മൾ വീഡിയോ പല കോലത്തിലെടുക്കുക. മാസ്ക് എന്നിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് പണിൻ്റെ അപ്ഡേറ്റ്സ് ഇപ്പോൾ കാണിക്കാൻ പോവാണ്. ഇൻഷാ അല്ലാഹ്. ഒന്നും പറയണ്ടോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. എന്നും ഞാനിങ്ങനെ വളവളാന്ന് അടിച്ചിട്ട് വരുന്ന വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് എന്നും ഒരേപോലെ അവിടെ എന്തോ വെക്കാനുണ്ടല്ലോ. ഞാൻ വീട് കാണിക്കട്ടെ. ഓക്കെ. മാഷാ അല്ലാഹ്, നമ്മളെ മുറ്റം പണി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ബാംഗ്ലൂർ സ്റ്റോൺ, ഇതിന് ബാംഗ്ലൂർ സ്റ്റോൺ എന്നും പറയും കേട്ടോ. ബാംഗ്ലൂർ സ്റ്റോണും നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെക്കുന്ന കോബിൾ സ്റ്റോണും നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് അത്രേ. നമുക്കിപ്പോൾ ഇതിങ്ങനെ പണിയെടുക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ, നമ്മളെ വീട്ടിലെ പണികളൊക്കെ എടുക്കുമ്പോഴേ. അപ്പം മുറ്റത്തെ പണികൾ ഏകദേശം നാച്ചുറൽ സ്റ്റോൺ, അതായത് ഈ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ വർക്ക് ഏകദേശം ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതവിടെ വരെയാണ് നാച്ചുറൽ സ്റ്റോൺ, അല്ല മീൻസ് ഈ ബാംഗ്ലൂർ സ്റ്റോണ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ആ കോബിൾ സ്റ്റോൺ വരും, അപ്പോഴാണിത് ഫുള്ളാവൽ. ഓക്കെ, ഇവിടെ കാർ പോർച്ചിലും വരുന്നുണ്ട്, പിന്നെ കാർ പോർച്ചിലും അപ്പുറത്ത് ആ ഭാഗത്തും വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഗ്രാസാണ്, ബാക്കി സ്പേസിലൊക്കെ. നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ വെക്കാനുള്ള ഗ്രാനൈറ്റ് വന്നിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ബ്ലാക്കിൽ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ പല പല വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് കിച്ചണിൽ കോഡ്സ് അല്ലേ? അത് നമ്മൾ ആ പറഞ്ഞത് AGL. ഓക്കെ, കളറ് കാണുന്നില്ലേ? കളറുണ്ടല്ലോ. ചെറിയ പ്രിന്റ് വരുന്നത്, ഒരു മാർബിൾ ടച്ച് ഉണ്ടല്ലോ അല്ലേ? ആണല്ലേ, ആയിക്കോട്ടെ. ഇത് ഗ്രാനൈറ്റ് എവിടേക്കാണ്? ഏത് മറ്റേ കൗണ്ടർ ടോപ്പ് അല്ലേ? അതായത് എന്താണ് വർക്ക് ഏരിയയിലെ കൗണ്ടർ ടോപ്പ്. അത് രസമുണ്ട്. ചെറിയൊരു ഡോട്ട് വരുന്നുണ്ട് അല്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഫോട്ടോ ഇതിൽ കാണുമ്പോൾ വേറൊരു കളറാണ്, ശരിക്കും കാണുമ്പോൾ വേറെ കളർ അല്ലേ? ഓക്കെ, ഇതൊക്കെ അല്ലേ? രസമുണ്ട് അല്ലേ? നല്ലൊരു ബ്ലാക്ക്, ചെറിയ കുഞ്ഞു ഡോട്ട്സ് വരുന്നുണ്ട് ഈ ഗ്രാനൈറ്റ്. ഇത് നമ്മൾ കിച്ചണിൽ എന്താണ് വർക്ക് ഏരിയ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൻ്റെ ഗ്രാനൈറ്റ്. ബ്ലാക്കിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇരിക്കുന്നത് ഓക്കെ, അത് ഗ്രാനൈറ്റ് അല്ലല്ലോ? ലെതർ ഫിനിഷ് നമുക്ക് ഇരിക്കാനൊക്കെ ഏറ്റവും ബെറ്റർ ഇതാണ്. കിച്ചണിൽ പോയേക്കണ്ടേ? വരി പറഞ്ഞോളി. എന്തേ വീട് പണി നടക്കുമ്പോൾ എപ്പോഴും നമ്മളിവിടെ വേണമെന്ന് പറയാനുള്ള കാരണം ഇതൊക്കെയാണ്. നമ്മൾ മെയിൻ ഡോറിൻ്റെ ഹാൻഡിൽ കണ്ടോ മേലെ പിടിപ്പിച്ചിട്ടുള്ളത്, അത് നടുക്കായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ അവരോട് വരാൻ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. സോളാറിൻ്റെ ടീം വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു വീട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നടന്ന് കാണുകയാണ്. അത് നമ്മൾ പറഞ്ഞു കൊടുത്തതിലുള്ളൊരു മിസ്റ്റേക്കായിരുന്നു. അത് മേലെ വെച്ചത് ഹാൻഡിൽ. ഇനി അത് സെൻറ്ററിൽ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിലങ്ങനെ ആക്കിയിട്ട് അപ്പൊ വേറെ അതിന്റെ മേലെ വെക്കുകയാണെങ്കിൽ ഈ മറ്റേ ഇടങ്ങല്ലേ പറ്റുള്ളൂ. ബെഡ്റൂംസ് ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പോയപ്പെട്ട ഇതാണ് ക്ലീൻ ആക്കിയ ബെഡ്റൂം. ക്ലീൻ ആക്കുവാണ്. ഈ ലൈറ്റ് അല്ലേ റിമൂവ് ചെയ്യാനുള്ളത്? ഈ ലൈറ്റ് വൃത്തിയാക്കില്ലേ? താഴേക്ക് നോക്കി ആ ടൈലിൻ്റെ കളർ ഇവിടെ ഒരു വൃത്തിയൊക്കെ വന്നു. ചെരുപ്പിടണ്ട. ഓക്കെ, ക്ലാസ് സോഫയുടെ ബാക്കിലുള്ള ഹെഡൊക്കെ
കട്ടിലിന്റെ റെഡിമെയ്ഡ് പാനലാണ്. ആണല്ലേ. പിന്നെ നമ്മുടെ കിച്ചണിലില്ലേ ഒരു ഇരിക്കുന്ന സ്പേസ് സോഫ, വർക്ക് ചെയ്യാനുള്ള അല്ല അവിടെ നമ്മൾ പറഞ്ഞിക്കണ സോഫന്റെ ടീമിനോട് അവരെന്നെ അടിക്കുന്നുണ്ട്. അതിന് കുഷൻ മാത്രം ഇട്ടാൽ മതി. ആ കുഷന് പറഞ്ഞിരുന്നാ കുഷൻ ഒന്നും പറഞ്ഞില്ല. അത് അടിച്ചിടാനുള്ളൂ. അത് പിന്നെ അത്ര സിമ്പിൾ. മോഡുലാർ ഇപ്പൊ സ്പേസ് ഉള്ള പോലുണ്ട് അല്ലേ. ഇത് മതിയല്ലോ അല്ലേ. പക്ഷെ നമ്മള് വെച്ചപ്പോ ഭയങ്കര ഒരു കൺസിസ്റ്റന്റ് ഇതും വെച്ചില്ലേ. സ്പേസ് തോന്നിക്കും. എങ്ങനെയാണ് ഇനിയിപ്പോ വോള് ടൈല് ഇതൊക്കെ ഒട്ടിക്കുമ്പോ എല്ലാം ഒതുങ്ങി ഡോറൊക്കെ വെച്ച് ഒതുങ്ങിക്കൂല്ലേ. ഇവിടെ അല്ലേ ഇപ്പൊ നമ്മളെ വരുന്നത്. ഇത് തള്ളി നിക്കുന്നുണ്ടോ? ഇത് തള്ളി നിക്കുന്നുണ്ടോ? അതല്ലിക്കും. ഇവിടെ സൈഡ് പാക്കിംഗ് ഉണ്ടാവും. ഇതിന് ലൈറ്റ് കൊടുക്കാനുള്ള ഗ്യാപ്പാണിത്. ലൂസ് ഡോറും വരൂല്ലേ. ഇതിനുള്ളിൽ ഇപ്പൊ ഒന്നും വെക്കാൻ പറ്റില്ലല്ലേ. അങ്ങനത്തെ സാധനങ്ങളല്ലേ. ഗ്ലാസ്സുകള്, കപ്പ്, വലിയ പ്ലേറ്റ് ഒന്നും പറ്റില്ല. കപ്പ്, സോസർ, അങ്ങനെ സാധനം. നമ്മളെ കിച്ചൺ റെഡി ആയിക്കണല്ലോ. ഇതാണ് നമ്മളെ വർക്ക് ഏരിയയിലെ കിച്ചണിലെ ഇത്. എന്താണ് സ്റ്റൗ ഹൈറ്റ് കൂടുന്നുണ്ടോ? അല്ല ഇതിന്റെ ഹൈറ്റ് അല്ലേ വരേണ്ടത്. ഏത് ഇത് കുറക്കും. ടോപ്പില് ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതേ ഹൈറ്റ് ആവും. ഓക്കെ ഓക്കെ. തുറന്നത് ഒരാൾ 11 നമ്മൾ എത്തുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫുള്ള് കൺഫേം എത്താന്ന് പറഞ്ഞിട്ട് ഇന്ന് എത്തിയില്ല. കോഴ്സിന്റെ അതിനും ആള് വരുന്ന അതിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അവിടെ. നാളെ കട്ട് ചെയ്യാൻ പ്രയാസമില്ല. പിന്നെ പ്രയാസമുള്ള വർക്കല്ല. ഇപ്പൊ ഇവിടുത്തെ എല്ലാം വെച്ച് കഴിഞ്ഞാ അല്ല ഇവിടെ ഈ ഇതിന്റെ മേലെ വെക്കണൊക്കെ ബോക്സുകള് ഇനി വെക്കണ്ട. എവിടെ? ഇതിന്റെ താഴെ ഈ ഡോറൊക്കെ ഉണ്ട്. ഇതിന്റെ ടോപ്പിൽ അവിടെ ഒരു സോഫ വരണം. സിറ്റിംഗ് സോഫ വരണം. ഇവിടെ സോഫ. അതൊന്ന് കാണിക്കൂ. സോഫ എൽ ഷേപ്പിലുള്ള സോഫ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇത്രേ കൗണ്ടർ ഉള്ളൂ അല്ലേ. ഈ ഭാഗത്തില്ല കൗണ്ടർ. ഇതേ ഉള്ളൂ. ഇതിലിപ്പോ എല്ലാം ഒതുങ്ങുമായിരിക്കും അല്ലേ. കൗണ്ടർ അല്ല, മുകളിലെ കൗണ്ടർ. അതിന് മുകളിലോട്ടുണ്ടോ? ഷെഫിങ്ങിന് ചോദിച്ചു നോക്കട്ടെ. ഉണ്ട്, ചോദിച്ചു നോക്കട്ടെ. പക്ഷെ ഇവിടെ കൗണ്ട് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഏത് ഷെൽഫുകൾ ഇവിടെ ആണെങ്കിൽ നിറയെ ഉണ്ട്. ഇതായി കാണുന്ന സ്പേസിലൊക്കെ ഹൈറ്റിൽ ഷെൽഫുകൾ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ചോദിച്ചപ്പോഴാണ് ക്ലിയർ ആക്കിയത്. താഴെ മാത്രം വെച്ചിട്ടുള്ളൂ. പിന്നെ വർക്ക് ഏരിയത്തെ സിങ്ക് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്താ ഡബിൾ സിങ്ക് വാങ്ങിക്കാഞ്ഞെന്നൊക്കെ. എനിക്കിഷ്ടം ക്ലീൻ ആക്കാനും ഇഷ്ടം ഇങ്ങനെ ഒറ്റ സിങ്കാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള സിങ്ക് ആകുമ്പോൾ പിന്നെ എല്ലാം കൊണ്ടും ഓക്കെ അല്ലേ. ഞാൻ ഒറ്റ സിങ്കാണ് നമ്മളെ വർക്ക് ഏരിയ കിച്ചണിലോട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഫ്രാങ്കി സിങ്കാണ്. സിൽവർ എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മാറ്റ് ഫിനിഷ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് വെച്ച അടുപ്പാണത് കേട്ടോ. വിറകടുപ്പാണ്. അകത്ത് കാസ്റ്റ് ആണ്. അന്നത്തെ നല്ല അടിപൊളിയായിട്ടുള്ള അടുപ്പ് തന്നെയാണ്. അപ്പം 2 അടുപ്പുണ്ട്. നടുക്ക് മിഡിലുള്ള ഒരു ഇതുണ്ട് കേട്ടോ. ഞാനത് വീഡിയോ ഒക്കെ കാര്യമായിട്ട് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് വെച്ച അടുപ്പ്. അതൊന്ന് റെഡിയാക്കി എടുക്കാണ്ട് ടൈൽസ് കൊട്ടിക്കാനുണ്ട് അതിൽ. ഇവിടെയൊക്കെ ഇവിടെ 2 സ്റ്റെപ്പ് വെച്ച് ഇറങ്ങാൻ പറ്റുമോ? അതിന് ചോട്ടരുത് പറയുമ്പോൾ അവിടെ ചോട്ടാൻ തോന്നും. കൊണ്ടുപോര്.
എന്താ കൊട്ടത്തളം ടൈല് വെച്ചു. ആ ഇവര് പോയിക്കോട്ടെ. ഗ്രാനൈറ്റ് വെച്ച് ഗ്രാനൈറ്റ് അത് ഉഷാറായല്ലോ. അല്ല അവിടെ ഹൈറ്റ് കുറക്കാൻ പറഞ്ഞില്ലേന്നാ അല്ല അത് ഒരുമിച്ച് ഒരു ഇരിക്കണ സ്പേസ് ഒരുമിച്ചാക്കി. ഇവിടെ കമ്പ്യൂട്ടർ അതില് കിണറിന് അടപ്പ് വെക്കില്ല. എനിക്ക് പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള സ്പേസ് ആയില്ലേ. അത് ക്ലീൻ ആക്കാൻ ആളെ വിളിക്കണം, ക്ലീൻ ആക്കാൻ വിളിക്കണം. ഇവിടെ ടൈല് ഇട്ടിട്ടുണ്ട്. ടൈല് ഗ്രേ ആണല്ലേ താഴെല്ലാം. എന്താ പണി? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വ്ളോഗുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വരുന്നുണ്ട്.